പിക്സൽ 6a ലോഞ്ച് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെ പോലെ തന്നെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന ഒരാളാണ് ഞാൻ. ലോഞ്ച് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി മച്ച് ഡിസപ്പോയിന്റഡ്. ഐ റിയലി ഫെൽറ്റ് ദിസ് ഫോൺ വാസ് very much overpriced for 44,000 rupees in India. So Pixel 6a ലോഞ്ച് ചെയ്തിട്ട് 2 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. ഐ ബോട്ട് Pixel 6a. സോ ഈ ഒരു തീരുമാനം, ഈ ഒരു മൈൻഡ് മാറാനായിട്ടുള്ള ചില റീസൺസ് ഉണ്ട്. സോ ആ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. മേ ബി നിങ്ങൾ 2 മനസ്സായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ദിസ് വീഡിയോ മൈറ്റ് ഹെൽപ്പ് യു. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സസ്പെൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. സോ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 44,000 rupees പിക്സൽ 6a ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. സോ ദിസ് വാസ് വെരി മച്ച് ഓവർ പ്രൈസ്ഡ് ആസ് പെർ ഇന്ത്യൻ മാർക്കറ്റ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും Pixel 4a ഇന്ത്യയിൽ വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു ഡിവൈസ് ആയിരുന്നു. സോ ആ ഒരു ഫോണിന്റെയും പ്രൈസ് വാസ് അറൌണ്ട് 30,000 rupees. സോ റീസെന്റ് 2 സെയിൽസ് വന്നല്ലോ ഫ്ലിപ്കാർട്ടിൽ, ബിഗ് ബില്യന്റെയും പിന്നെ ദിവാലിയുടെ ഒരു സെയിൽ ഉണ്ടായിരുന്നു. ആ 2 സെയിൽസിനും ഈ ഫോണിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 10,000 rupees കുറവാണ്. എല്ലാ ഓഫേഴ്സും അപ്ലൈ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 27,000 rupeesന് ഈ ഫോൺ അവൈലബിൾ ആയിരുന്നു. ആ ഒരു സമയത്താണ് ഞാൻ ഈ ഡിവൈസ് വാങ്ങിച്ചത്. സോ ഐ ബോട്ട് ദിസ് ഫോർ ഓൺലി 27,000 rupees. ഈ ഒരു സമയത്ത് എല്ലാ ഓഫേഴ്സും എല്ലാ സെയിൽസും എല്ലാം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഈ ഫോൺ ഇപ്പോഴും 34,000 rupeesന് അവൈലബിൾ ആണ്. സിറ്റി ബാങ്കിന്റെ കാർഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദിസ് ഓൾമോസ്റ്റ് ഫോർ 29,000 rupees. സ്റ്റിൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഡീൽ. സോ ഞാൻ ആക്ച്വലി Pixel 6a വൈറ്റ് വേരിയന്റ് ആണ് വാങ്ങിയത്. ബട്ട് ഇപ്പൊ ഞാൻ ഇതിലൊരു സ്കിൻ ഒട്ടിച്ചിട്ടുണ്ട്. സോ എങ്ങനെയുണ്ട് സംഭവം കാണാനായിട്ട്? ഞാൻ കുറച്ചുകൂടി ക്ലോസ് അപ്പ് ബി റോൾസ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കാം. വി ആർ ആക്ച്വലി പാർട്ട്ണറിങ് വിത്ത് ഗാഡ്ജറ്റ് ഷീൽഡ്സ്. സോ ഗാഡ്ജറ്റ് ഷീൽഡ്സ് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിൻ മാനുഫാക്ചേഴ്സ് ആണ്. ഗാഡ്ജറ്റ് ഷീൽഡ്സ് നമുക്ക് 2 സ്കിൻസ് ഓഫർ ചെയ്തിട്ടുണ്ട് ഗിവ് അവേ ആയിട്ട്. സോ ഗിവ് അവേയിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 1-2 ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും നിങ്ങൾ പ്രോപ്പർലി ഫോളോ ചെയ്യുക. ദെൻ വി വിൽ സെലക്ട് 2 വിന്നേഴ്സ്. സോ 2 വിന്നേഴ്സിനും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കിൻ ഗാഡ്ജറ്റ് ഷീൽഡ്സ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഗിവ് അവേ. സോ പിക്സലിന്റെ ന്യൂ സെൻസർ ആയിട്ടുള്ള 50 മെഗാ സെൻസർ അല്ല ഇതിലുള്ളത്. നമ്മളെ പഴയ ഓൾമോസ്റ്റ് 4 വർഷമായിട്ട് Pixel 2 തൊട്ട് ഗൂഗിൾ എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മൾ ആദ്യത്തെ 12 മെഗാ പിക്സൽ സെൻസർ തന്നെയാണ് നമുക്ക് ഈ ഒരു ഡിവൈസിലും കിട്ടുന്നത്. സോ അതൊരു ഡ്രോബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ യെസ്. നമുക്ക് എന്താ പറയുക, ഒരു 50,000-60,000 രൂപ വരെ ഇപ്പോഴത്തെ ഗൂഗിൾ Pixel 7ന്റെ പെർഫോമൻസ് ഒന്നും ഇമേജ് ക്വാളിറ്റി ഒന്നും ചിലപ്പോൾ ഈ ഫോണിന് കിട്ടി എന്ന് വരില്ല. ബട്ട് 30,000 rupeesലേക്ക് വരുമ്പോൾ സോളിഡ് പെർഫോമൻസ് ആണ്. നമുക്കറിയാം നമ്മളെല്ലാവരും പിക്സൽ ഫോൺ വാങ്ങുന്നത് മെയിൻ ആയിട്ട് ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് അല്ലേ. 30,000 rupeesന് നമുക്കൊരു പിക്സൽ എക്സ്പീരിയൻസ് ലഭിച്ചിരുന്നു Pixel 4a ബട്ട് ഇപ്പോൾ നമുക്ക് സെയിം പ്രൈസിന് ഓൾമോസ്റ്റ് 30,000 rupeesന് യു വിൽ ഗെറ്റ് ദാറ്റ് പിക്സൽ ആൻഡ്രോയിഡ് എന്താ പറയുക ക്ലീൻ ആൻഡ് സിമ്പിൾ എക്സ്പീരിയൻസ്. ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാവുന്നതാണ്. ഞാൻ നത്തിങ് ഫോൺ 1 റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു ഈ ഒരു ഫോണിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഓഫർ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ഓൾറെഡി ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പിക്സലിലേക്ക് സ്വിച്ച് ചെയ്തത്. സോ ഐ എക്സ്പെക്ടഡ് ഓൾമോസ്റ്റ് എ സിമിലർ എക്സ്പീരിയൻസ്, ബട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്. സോ സംഹൗ എന്താ പറയുക, ഇതിന്റെ അനിമേഷൻസിന്റെ ഐക്കൺസിന്റെ തീമിങ്, ബാക്കി AI റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഒരു ഡിഫറെൻറ്റ് ഫ്രഷ്നെസ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതാണ്. ഓക്കെ, അത് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ. യെസ്, 60 Hz ഒരു പോരായ്മ തന്നെയാണ്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തത് ആക്ച്വലി ആൻഡ്രോയിഡ് 12 സോ ആ ഒരു സമയത്ത് ലോഞ്ച് ചെയ്ത സമയത്ത് വാങ്ങിയ പല കസ്റ്റമേഴ്സും ഇതിൽ ഒരുപാട് ബഗ്സ് ഉണ്ട്, ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്, ഫിംഗർ പ്രിന്റ് സ്കാനറിൽ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ഒരുപാട് ട്വീറ്റ്സും റിവ്യൂസ് ഒക്കെ കണ്ടിരുന്നു. സോ ഞാൻ ഈ സംഭവം വാങ്ങിച്ച് അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ആൻഡ്രോയിഡ് 13 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ബഗ്സോ കാണാൻ സാധിച്ചിട്ടില്ല. ആ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനറുടെ ഇഷ്യൂസും അവർ റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ പിക്സൽ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള Pixel 6 സീരീസിന്റെ അതേ സെയിം ടെൻസർ ചിപ്സെറ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലാഗ്ഷിപ്പ് ആയിരുന്ന Pixel 6 6 Pro കണ്ടിട്ടുള്ള സെയിം AI ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് ഈ ഒരു ഫോണിലും അവൈലബിൾ ആണ്.
സോ നിങ്ങളൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഈ ഫോൺ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ പറയുക, വളരെ ഗ്രാഫിക്സ് ഹെവി ആയിട്ടുള്ള ആപ്സ് ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ഫോൺ ഹീറ്റപ്പ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് ഇതിൻ്റെ നോർമൽ റെഗുലർ എവറിഡേ പെർഫോമൻസിനൊന്നും ഇത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ ഐഫോണിൻ്റെ ബേസ് വേരിയന്റിൽ ഇപ്പോഴും 60 ഹെർട്സ് വരുമ്പോൾ ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ യെസ്, 60 ഹെർട്സ് ഡിസ്പ്ലേ നമ്മുടെ ഇന്ത്യയിലുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലും വില കുറഞ്ഞ ഡിവൈസുകളിൽ നമുക്ക് 90 or 120 ഹെർട്സ് ഡിസ്പ്ലേ കിട്ടുന്നതായിരിക്കും. സോ അത് ഒരു ചെറിയൊരു ഡ്രോബാക്ക് തന്നെയാണ്. നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് ഈ സാധനം നോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ നത്തിങ് കൂടി ഉണ്ട്. സോ ഞാൻ ഈ സൈഡ് ബൈ സൈഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു 60 ഹെർട്സ് ഡിസ്പ്ലേയുടെ ചോപ്പിനെസ് നോട്ട് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഈ ഒരു ഫോൺ കിട്ടി 1-2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു സംഭവം എൻ്റെ മനസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി എന്താ പറയുക വിട്ടുപോയി എന്ന് തന്നെ വേണം പറയാനായിട്ട്. നിങ്ങൾ ഒരു സിംഗിൾ ഫോൺ യൂസർ ആണെങ്കിൽ ഈ ഒരൊറ്റ ഫോണാണ് നിങ്ങൾ വാങ്ങാൻ പോകുന്നുള്ളതെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ എന്താ പറയുക എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. 2 ദിവസത്തിനുള്ളിൽ അത് 60 ഹെർട്സിൻ്റെ ഈ ഒരു ഫോൺ 60 ഹെർട്സ് ആണ് അതാണെന്നുള്ള നിങ്ങളുടെ ചിന്തകളൊക്കെ നിങ്ങൾ വിടും. സോ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആക്ച്വലി പിക്സൽ 6 വാങ്ങണ്ട എന്നൊരു തീരുമാനം മാറ്റിയിട്ട് ഈ ഒരു ഫോൺ വാങ്ങാൻ തീരുമാനിച്ചത്. സോ ദാറ്റ്സ് ഇറ്റ്. സോ പിക്സൽ 6 പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറ്റി നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് പർട്ടിക്കുലർലി എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ DM ചെയ്തത് ഐ വിൽ റിപ്ലൈ ടു യു. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ എൻ്റെ ഫുൾ റിവ്യൂവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർലി ഇൻക്ലൂഡ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് മെസ്സേജ് മീ. ഐ വിൽ ട്രൈ ടു ഇൻക്ലൂഡ് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് യുവർ ഒപ്പീനിയൻ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, ലൈക്ക് അവർ വീഡിയോ. I'll be back with another great video. Till then, bye.